ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വന്നിട്ടിത് എൻ്റെ ഒരു 21 ഡേയ്സ് ചലഞ്ചിൽ അത് മിക്കവാറും പാളിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇത് നല്ല തൊണ്ടവേദന വരുന്നുണ്ട്, പനി വരുന്നുണ്ട്, ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്ക് ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് ചെറിയൊരു ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഒരു കാര്യം കാണിച്ചു. ഇന്നലെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ട് കിടന്നു. ഭയങ്കര ചൂടായിരുന്നു റൂമിൽ കേട്ടോ. അതിനുശേഷം അവിടെ കിടന്നപ്പോൾ രാവിലെ എപ്പോഴത്തേക്ക് നല്ല മഞ്ഞായി. പിന്നെ ഇത് ഭയങ്കര തണുപ്പാകാൻ തുടങ്ങി. അത് മോർണിംഗ് നല്ല തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ ഈവനിങ് ഭയങ്കര ചൂട്, രാവിലെ ഭയങ്കര തണുപ്പ്. ഒരു പ്രത്യേകതരം ക്ലൈമറ്റ് കേട്ടോ. സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര ഇച്ചിങ്ങും ഇറിറ്റേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒത്തിരി ബെറ്റർ ആവും എന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് ചിലപ്പോൾ മേ ബി പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. പിന്നെ വേറൊന്നുമില്ല പ്രത്യേകിച്ച്. എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഹായ് പറഞ്ഞേ, ഇന്നെങ്കിലും ഹായ് പറ. ഹായ് ഹായ് എന്ന് പറ. ഓക്കെ, പേര് പറഞ്ഞേ. പ്രതിക. ഓക്കെ ശരി. ഇത് പ്രതികയുടെ ഔട്ട്ഫിറ്റ് ആട്ടോ. അത് കാല് താഴെയിട്. ഇതാണ് ഒരു കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണാൻ. അത് വീട്ടിലെ നായാട്ടോ, പിറ്റ്ബുള്ളാണ്. അതിന് സ്നാക്സ് കുറച്ച് കൊടുത്തു കേട്ടോ. മതി ഇങ്ങോട്ട് വാ. മതി കഴിച്ചോട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട, ഇങ്ങോട്ട് വാ. ഇന്ന് ഫാമിലി ആയിട്ട് ലുലു മാളിലോട്ട് ഒരു ഷോപ്പിംഗ് പോയി. ഇപ്പോൾ പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ പോകേണ്ടി വന്നു. കുറച്ച് ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടായിരുന്നു ട്രോളിയൊക്കെ പിടിച്ച് നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പിടിച്ച് നീക്കുന്ന സാധനമില്ല. അതാ പിന്നെ ഈ ഡെസേർട്ടിൻ്റെ സ്ഥലത്ത് വന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് വേറെ ആളാട്ടോ. അവളും ഇങ്ങനെ നോക്കിയിട്ട് അവിടെയുള്ള എന്തോ ഗോവയുടെ എന്തൊക്കെയോ ജാമ് പോലെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറയുമായിരുന്നു. പിന്നെ ഇവിടെ ചോക്ലേറ്റും കേക്കിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഭയങ്കര വില കൂടുതലായിരുന്നു. ഓരോന്ന് ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. വേണോ? ബ്രെഡില്ലേ? പിന്നെ ഞങ്ങൾ പോയത് വെജിറ്റബിളിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെയും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് സാധനങ്ങളെല്ലാം. പിന്നെ ഇവർക്കൊന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സൈഡിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീഡിയോയിലൊന്നും വരണ്ടെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ അറിയാതെ എടുത്തു പോയി. പിന്നെ അവൾ കേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രതിക ഇവളെ ഞാൻ വീട്ടിൽ പി എന്നാണ് വിളിക്കുക. എല്ലാവരും കുഞ്ഞുവാവാന്ന് കേട്ടോ വിളിക്കുക. ചെറിയ കുട്ടിയാണ്, 5 വയസ്സായിട്ടുള്ളൂ. LKG-യിലാട്ടോ പഠിക്കുന്നത്. അവൾ ആ കേക്ക് വേണം, ഈ കേക്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സിംഗു എന്നെ അടിക്കും. എന്താ ഡ്രീം കേക്ക് കണ്ടോ? ചോക്ലേറ്റ് പോലെ ഉണ്ടോ ഡ്രീം കേക്ക്? അത് മെൽറ്റായിട്ടില്ല. അതെടുക്കണ്ട. ഇനി ഇവിടെ കാണുന്ന ഈ കിവിയുടെ ഫ്രൂട്ടിൽ ഈ റൈറ്റ് സൈഡിൽ താഴോട്ടായിട്ട് അത് വേണമെന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡോളിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അവിടെ ഒരു മെർമെയ്ഡിൻ്റെ ഒരു ടോയ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. ഓരോ ബാർബിയുടെ ടോളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ അവളെയും കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയി ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു അവിൽ മിൽക്കൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. അതായത് ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഒരു നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.